പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ പറയാറുള്ള, പലപ്പോഴും മറന്നു പോകുമെങ്കിലും നമ്മൾ ഓർക്കുമ്പോഴൊക്കെ പറയാറുള്ളൊരു വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ഏതായാലും മറക്കൂല. പക്ഷെ അതല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോഴൊക്കെ പറയൽ സുന്നത്തായ ഒരു വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഏതൊക്കെ സമയത്താണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടത്, അതോടൊപ്പം തന്നെ ഈ ബിസ്മി പറഞ്ഞാൽ നമുക്ക് എന്താണ് നേട്ടം ഉള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ഏത് ആഗ്രഹമാവട്ടെ, മല പോലോത്ത ആഗ്രഹങ്ങൾ, അതൊക്കെ മഞ്ഞുപോലെ നമുക്ക് ആയി കിട്ടാൻ ഒരാൾ ഇൻഷാ അല്ലാഹ് 786 തവണ ബിസ്മി പറഞ്ഞാൽ അത് എത്ര ദിവസം പറയണം, ഏത് സമയത്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ വിശദമായി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. 786 തവണയാണ് പറയേണ്ടത്. പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന നേട്ടങ്ങളുടെ പേമാരി ഇൻഷാ അല്ലാഹ് ഇതാ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. മാത്രമല്ല, ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ബിസ്മിയുടെ 27 മഹത്വങ്ങൾ, പ്രത്യേകതകൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് കേട്ടാലോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബിസ്മി പറയാൻ, അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ജീവിച്ച് അവസാനം കെലിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബിസ്മിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്തു പറയാറുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാറുണ്ട്, ഇല്ലേ? ഇല്ലെങ്കിൽ പറയണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ ഈ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി തൊട്ട് പറയണം. അതുപോലെ എൻ്റെ ചെരുപ്പ് ധരിക്കുമ്പോൾ, അതുപോലെ ഇപ്പോൾ സഹോദരിമാരാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് കിടക്കുമ്പോൾ, ഇപ്പോൾ വീടും അടുക്കളയും തമ്മിൽ ഒരൊറ്റ ഹോളൊക്കെ ആയിരിക്കാം, അതിങ്ങനെ പാർട്ടീഷൻ ചെയ്തതാവാം, അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ മറവേ ഉണ്ടാവുള്ളൂ. എന്നാലും അടുക്കളയിലേക്ക് കിടക്കുമ്പോൾ പ്രത്യേകമായി ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൽ നല്ലതാണ്. പാത്രം എടുക്കുമ്പോൾ, അരി കഴുകി പാത്രത്തിലേക്ക് ഇടുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ആ അരി എടുത്ത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുമ്പോൾ, ഗ്യാസിലേക്ക് വെക്കുമ്പോൾ, മീൻ മുറിക്കുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ വസ്ത്രം എടുത്തിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ, ഇങ്ങനെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്തു പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. നമ്മളങ്ങനെ പറയാറുണ്ട്. പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം ഒരുപാടാണ്, എത്ര പറഞ്ഞാലും തീരില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മുടെ ഇന്നത്തെ ചർച്ച അതാണ്. പലരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിരുന്നു, ഉസ്താദേ, അതായത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലും പകലിലുമായും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 വട്ടം എഴുതണമെന്ന് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർഷം മുഹറം 1 ഏതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് വ്യത്യാസം ഉണ്ടായല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിൽ മുഹറം 1 വേറെ ദിവസമായിരുന്നു, നമ്മുടെ നാട്ടിൽ വേറെ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനായി, ഞങ്ങൾ എഴുതിയ ബിസ്മി ശരിയായോ, അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ പല സഹോദരിമാരും സഹോദരങ്ങളും ചോദിച്ചിരുന്നു. ഒരു കുഴപ്പമില്ല, ആ എഴുതിയതൊക്കെ ശരിയാണ്. കാരണം നമ്മുടെ ആ ഉറപ്പ് പ്രകാരം, നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഖാദിമാർ, ഉസ്താദുമാർ പറഞ്ഞത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? അമൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ മുഹറം 1 എന്നായിരുന്നു അന്ന്, നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്, അത് മതി. അതിനുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വസ്വാസ്, ഒരു ചർച്ച നമുക്കിനി വേണ്ട. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് എഴുതി നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ പോലും ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇൻഷാ അല്ലാഹ് അതിലേക്ക്, ആ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള കാവൽ കിട്ടാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം നമുക്ക് ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് നന്ദിയുള്ളവരായി മാറണം. അതിന് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് തുടങ്ങാൻ പോകുന്നു, തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് മനസ്സറിഞ്ഞ് ഒരു 3 വട്ടം അൽഹംദുലില്ലാ പറഞ്ഞാലോ? മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടിപ്പറയണം. നമുക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് തന്നു, അല്ലേ? നമുക്ക് മക്കളെ തന്നു, വീട് തന്നു, ആരോഗ്യം തന്നു. അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമുണ്ടല്ലോ. അതുപോലെ നല്ലൊരു കാറ് തന്നു, അല്ലേ? നല്ലൊരു കുടുംബം തന്നു,
നല്ല സുഖ സൗകര്യങ്ങൾ തന്നു. എത്രയോ ആളുകൾക്ക് നമുക്കുള്ള സുഖ സൗകര്യത്തിൻ്റെ പകുതി പോലുമില്ല, പകുതിയല്ല, നമുക്ക് ഉള്ള സൗകര്യത്തിൻ്റെ 100-ൽ 1 അംശം പോലും ഇല്ലാതെ തെരുവിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞൊരു 3 വട്ടം ഹംദ് പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓരോ ദിവസവും പറയുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ എന്ന വാക്ക് മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായി പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന് ഒരുപാട് നേട്ടമുണ്ട്. മഹത്തുക്കളൊക്കെ പറയുന്നു ഇവിടെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ റഫഅ ഖിർതാസം മിനൽ അർളി മക്തൂബൻ അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇജ്ലാലൻ ലഹു കാന ഇൻദല്ലാഹി മിനസ് സിദ്ദീഖീൻ. കേട്ടോ, ഒരാള് താഴെ വീണ ഒരു കടലാസ്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുള്ള ഒരു കടലാസ്, അത് ഖുർആനിൻ്റെ ഒരു കഷ്ണമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കല്യാണക്കത്തുണ്ടല്ലോ, നമ്മുടെ കല്യാണ ലെറ്ററിലൊക്കെ, വെഡ്ഡിങ് ലെറ്ററിൽ ഇപ്പോൾ അത് കുറവാണ്, പക്ഷെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അറബിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാറുണ്ടായിരുന്നു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ആ കല്യാണ കത്ത്, ആ ലെറ്റർ, അതൊരാൾ വാങ്ങിച്ചിട്ട് അയാൾ അവിടെ ഇടും. പിന്നെ ചില കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് അത് നിലത്തിടും. പിന്നെ അത് ആ ബിസ്മിയിൽ ചവിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ നബി അതാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ റഫഅ ഖിർതാസം മിനൽ അർളി മക്തൂബൻ അലൈഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വാചകം എഴുതി, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സുബ്ഹാനല്ലയോ അൽഹംദുലില്ലയോ അല്ലാഹു അക്ബറോ അതുപോലത്തെ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തോ ഏതെങ്കിലും വാക്കുകളോ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു കടലാസോ പേപ്പറോ ഒക്കെ താഴെ കിടക്കുന്നത് കണ്ടു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അതെടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചു. അതെടുത്ത് നല്ലപോലെ സൂക്ഷിച്ചു വെച്ചാൽ അവൻ ആരാണ്? അവൻ അള്ളാഹുവിൻ്റെ സിദ്ദീഖീങ്ങൾ, ആരിഫീങ്ങളോടൊപ്പം അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ബിസ്മിക്ക് എത്ര നേട്ടമാണെന്നറിയോ? എത്ര നേട്ടമാണ്! ഒരുപാട് നേട്ടം. ഒരു ദിവസം അല്ലേ 24 മണിക്കൂറാണ്, രാവും പകലും കൂട്ടി 24 മണിക്കൂറുണ്ട്. നമ്മൾ ആ ഒരു 24 മണിക്കൂറിലായി നമ്മൾ നിസ്കരിക്കുന്നത് 5 വഖത്ത് നിസ്കാരമാണ്. ഒരു വഖത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയും അല്ലേ? ഒരു വഖത്തിൽ ഇപ്പോൾ ളുഹർ നിസ്കാരമാണെങ്കിൽ ആ 4 റക്അത്തിൽ നമ്മൾ ബിസ്മില്ലാ പറയും അല്ലേ? അതുപോലെ മഗ്രിബ് നിസ്കാരത്തിലാണെങ്കിൽ 3 വട്ടം പറയും. അപ്പം നിസ്കാരത്തിലും അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാറുണ്ട്. അപ്പോൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ എത്രമാത്രം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വസ്ത്രമിടുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. അത് പ്രത്യേകം സുന്നത്താണ് കേട്ടോ. ബിസ്മിയുടെ 27 പ്രത്യേകതകളുണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ 27 പ്രത്യേകതകൾ. ഒന്നാമത്തേത്, മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നല്ലോ. ആ ഭൂമിയിലേക്ക് വന്നപ്പോൾ മഹാനവറുകൾ അള്ളാഹുലേക്ക് തൗബ ചെയ്തു. പടച്ചോനെ, നീ പറഞ്ഞായിരുന്നു സ്വർഗത്തിൽ വെച്ചൊരു പഴം കഴിക്കാൻ പാടില്ലെന്ന്, പക്ഷെ ഞാൻ കഴിച്ചുപോയി. അതെൻ്റെ ഭാഗത്ത് നിന്നും പറ്റിയ ഒരു പിഴവാണ്. റബ്ബേ, അത് നീ പുറത്തു തരണേ എന്ന് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് തൗബ ചെയ്തു. അള്ളാഹു താല ആ തൗബ സ്വീകരിച്ചു. അതിൻ്റെ കാരണം പറയുന്നതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ആദൻ നബി എന്ത് ചെയ്യുമായിരുന്നു? ഏത് നല്ല കാര്യം ചെയ്താലും അപ്പം പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അപ്പോൾ ബിസ്മി ഒരു മനുഷ്യൻ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദുആ ഇജാബത്തുള്ളതാണ്. മാത്രമല്ല അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. അവൻ്റെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇനിയോ ഒരുപാട് പ്രത്യേകതകളുണ്ട്. രണ്ടാമതായി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ 3 ഇസ്മുകളുണ്ട്. ബിസ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആരംഭിക്കുന്നു. എന്തുകൊണ്ട്? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അല്ല എന്ന നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അപ്പോൾ അള്ളാഹ് എന്നത് ഒരു പേരാണ്. പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ്. റഹീം എന്നത് മറ്റൊരു പേരാണ്. അപ്പോൾ അള്ളാഹ് എന്നത് ബിസ്മില്ല, ആ അള്ളാഹ് എന്നത് അള്ളാഹുവിൻ്റെ ഒറിജിനൽ പേരാണ്. പിന്നെ റഹ്മാൻ എന്നും റഹീം എന്നും ഈ 2 പേരെന്താണ്? ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേരാണ്. അപ്പം 3 ഇസ്മുകളാണ്. 3 ഇസ്മുകൾ. ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള വാചകം. ഇത് പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത നേട്ടങ്ങളില്ല. പിന്നെയോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം
കേട്ടോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പലുണ്ട്, നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ, ആ കപ്പലിന് എഞ്ചിനില്ല, അതിന് കീ ഇല്ല, അതിന് ബ്രേക്കില്ല, അതിന് ബെല്ലില്ല, ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ, അതായത് ആ കപ്പൽ സ്പീഡിൽ പോവാനും പതിയെ പോവാനും അത് വേണ്ട സ്ഥലത്ത് നിൽക്കാനും ഒക്കെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു പണി എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറയും. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ആ കപ്പൽ ഇങ്ങനെ പോകും. വീണ്ടും ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ കപ്പൽ നിൽക്കും. വീണ്ടും ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ കപ്പൽ വേഗത്തിൽ പോകും. അങ്ങനെ ആ കപ്പലിൻ്റെ നിയന്ത്രണം എന്തിലായിരുന്നു? ബിസ്മില്ലാ എന്ന വാക്കിലായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടല്ലോ. ആ സമയത്ത് മഹാനവറുകൾ ആ തീയിലേക്ക് ഇങ്ങനെ പോയി ചാടുന്ന സമയത്ത്, മഹാനവറുകൾ ആ വീഴുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ബിസ്മില്ലാ. ബിസ്മില്ലാ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആ ഒരു തീയിൻ്റെ ചൂടോ അതിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും അല്ലാഹു തആല കൊടുത്തില്ലെന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ജനങ്ങളുടെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുന്ന ആളായിരുന്നു. അന്ധൻ, കണ്ണിന് കാഴ്ചയില്ലാത്തവരെ വെറുതെ ഒന്ന് തടകിയാൽ കണ്ണിന് കാഴ്ച കിട്ടും. അപ്പോൾ കുഷ്ഠരോഗമുള്ളവരെ ഒന്ന് തടകിയാൽ, വെള്ളപ്പാണ്ട് രോഗമുള്ളവരെ ഒന്ന് തടകിയാൽ ആ അസുഖം മാറും. മരിച്ചവരെ ഒന്ന് തടവിയാൽ അവർ ജീവിച്ചു വരും, എഴുന്നേറ്റ് വരും. ഇങ്ങനെ ഒരു അമാനുഷിക കഴിവ് മഹാനായ ഈസാ നബിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ മഹാനവകൾ അങ്ങനെ വെള്ളപ്പാണ്ടുകാരനെ തടവുമ്പോഴും അവൻ്റെ ഈ അന്ധത ബാധിച്ചവരെ തടകുമ്പോഴും മരിച്ചവരെ മഹാനവകൾ തടകുന്ന സമയത്തൊക്കെ പറയുന്ന വാക്ക് ബിസ്മില്ലാ എന്നുള്ള വാക്കാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു തആല സുലൈമാൻ നബിക്ക് ലോകം മുഴുവനും കീഴടക്കി കൊടുത്തു. ലോകം മുഴുവനും അധികാരം, ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും അല്ലാഹു തആല കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയോ? മഹാനവറുകൾ എപ്പോഴും പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അധികരിപ്പിച്ചു പറയുമായിരുന്നു എന്നാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടൽ മുറിച്ചാണ് മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരും ആ ചെങ്കടലിൻ്റെ അപ്പുറത്തേക്ക് പോയത്. ആരിൽ നിന്നും രക്ഷപ്പെട്ട്? ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട്. എങ്ങനെ രക്ഷപ്പെട്ടു? ഈ മൂസാ നബിയുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിച്ച സമയത്ത് മഹാനവറുകൾ പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു? അതിങ്ങനെ ഒരു നല്ല ഹൈവേ പോലെ ആയെന്നാണ്. ബിസ്മില്ലായുടെ മഹത്വമാ. അവർ പറഞ്ഞ ബിസ്മില്ലായി നമ്മൾ പറഞ്ഞ ബിസ്മില്ലായൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്താ, അവർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഫലം കിട്ടി. കാരണം അവർ പറയുന്നത് പോലെ പറഞ്ഞു, പറയേണ്ടതുപോലെ പറഞ്ഞു. നമ്മൾ വെറുതെ ആർക്കോ വേണ്ടി പറയുന്നത് പോലെയാണ്. ഇനി അങ്ങനെ ആവരുത്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും പറയണം. ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഇസ്മുണ്ട്? 3 ഇസ്മുകളുണ്ട്. അല്ലാഹു തആലക്ക് 3000-ഓളം ഇസ്മുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ആ 3000 അള്ളാഹുവിൻ്റെ ഇസ്മുകളും അവൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതുപോലത്തൊരു പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നാണ്. പിന്നെയോ 10ാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്. എനിക്കും നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആവശ്യ പൂർത്തീകരണം കിട്ടണോ? ഈ ബിസ്മി അധികരിപ്പിച്ചോ. ഒരുപാട് വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മി ഇങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് ദുആ ചെയ്യ്, നമ്മുടെ മുറാദുകൾ ഹാസിലാകും. പിന്നെയോ 11ാമതായിട്ട് നരകത്തിന് കാവൽ നിൽക്കുന്ന 19 മലക്കുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ ചിരിക്കാത്തവരാണ് മലക്കുകൾ. ഏത് മലക്കുകൾ? ഈ നരകത്തെ കാക്കുന്ന മലക്ക് ഒരിക്കലും ചിരിച്ചിട്ടില്ല. അവരിനി ചിരിക്കൂല. എപ്പോഴും ഗൗരവം, ദേഷ്യം. സബാനിയാക്കൾ എന്നാണ് പറയുക. ആ 19 മലക്കുകൾ, ആ 19 മലക്കുകളെ തൊട്ടും ആ മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ 19 അക്ഷരമുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അധികരിപ്പിക്കണമെന്നാണ്. മലക്കുകളുടെ എണ്ണം, നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണം 19. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൻ്റെ അതിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം 19. അപ്പോൾ ഈ 19 കൊണ്ട് ആ 19നെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി നിർത്താൻ പറ്റും. ഇനി കേട്ടോ, 12ാമത്തെ ഇതിൻ്റെ പ്രത്യേകത, ഒരു മനുഷ്യൻ 7 ദിവസം, ഒരാൾ 7 ദിവസം തുടർച്ചയായി 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അവൻ 2 കൈകളും ഉയർത്തി ദുആ ചെയ്താൽ അവൻ്റെ മുറാദ്, അവൻ്റെ ആഗ്രഹം അത് അല്ലാഹു തആല വീട്ടിൽ കൊടുക്കുമെന്നാണ്. 2 റക്അത്ത് നല്ലപോലെ വുളു എടുക്കുക. പാതിരാത്രിയിലോ അല്ലെങ്കിൽ പകലോ ഏതോണോ പറ്റുന്ന സമയം, ആ സമയത്ത് നിസ്കാരം നമുക്ക് പറ്റുന്ന സമയം, ആ സമയത്ത് നല്ലതുപോലെ വുളു എടുക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചിട്ട് 786 വട്ടം
നേർച്ചയാക്കും, പഠിച്ചവനെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വിവാഹം ശരിയാവണം, അതിന് റബ്ബേ ഞാനിതാ 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള പുണ്യമായ വചനം 7 ദിവസം ഞാൻ ഇതാ നേർച്ചയാക്കി ചൊല്ലാൻ കരുതിയിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് 7 ദിവസം തുടർച്ചയായി 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള ആ ഒരു പുണ്യമായ വചനം നമ്മൾ പറയുക. പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അല്ലാഹു തആല നിർവഹിച്ചു തരും. 13-ാമത്തേത് മനക്കരുത്ത് കിട്ടാൻ ബിസ്മി അധികരിപ്പിക്കണമെന്നാണ്. പിന്നെയോ മരണത്തിൻ്റെ വേദന കുറയാൻ ജീവിതത്തിൽ ഒരുപാട് തവണ ബിസ്മി പറയണമെന്നാണ്. ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷ കിട്ടാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അധികരിപ്പിക്കണം. അതുപോലെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ, മാത്രമല്ല ഹിസാബ് എളുപ്പത്തിലാവാൻ, മീസാൻ എന്ന തുലാസിൽ ഭാരം നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങാൻ ഒക്കെയായിട്ട് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അധികരിപ്പിക്കാം. അതുപോലെ സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ, പിശാചുക്കൾ നമ്മളിൽ നിന്നും ഓടിയകലാൻ. പിശാച് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, ശൈത്താൻ എപ്പോഴും നമ്മുടെ വസ്വാസിലാക്കാൻ വരും. അവനെ ഓടിക്കാനുള്ള മന്ത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത്. പിന്നെയോ 21-ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി പറയണം. വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി പറഞ്ഞിട്ടാണ് ഒരു ആണ് പെണ്ണ് പ്രവേശിക്കുന്നതെങ്കിൽ അവൻ പ്രവേശിക്കലോടുകൂടി ബിസ്മി പറയലോടുകൂടി വീട്ടിലുള്ള ശൈത്താന്മാരും മോശപ്പെട്ട ജിന്നുകളും ഒക്കെ പുറത്തേക്ക് ചാടുമെന്നാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും ബിസ്മി പറയണമെന്നാണ്. 22-ാമത്തേത് ഒരാൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഈ വസ്ത്രം ധരിച്ചു കമീസ്, അതുപോലെ കോട്ട്, അതുപോലെ തന്നെ മറ്റ് വസ്ത്രങ്ങളൊക്കെ ധരിക്കില്ല. നമ്മളിപ്പോൾ നെയ്റ്റ് ധരിക്കാറുണ്ട്, ചുരിദാർ ധരിക്കാറുണ്ട്, ഷർട്ട്, അതുപോലെ പാൻസ്, മുണ്ടൊക്കെ ഉടുക്കാറുണ്ട്. അപ്പോൾ ഈ ഏത് വസ്ത്രമാവട്ടെ, വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ നമ്മൾ ആ വസ്ത്രം ധരിച്ച് അത് ഊരുന്നതുവരെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും പറയുക. എന്നിട്ട് അല്ലാഹുവേ പടച്ചോനെ, എൻ്റെ വാപ്പ ഉമ്മയൊക്കെ മരിച്ചവരാൻ, അവർക്ക് അല്ലാഹുവേ ഞാൻ ഈ പറഞ്ഞ ബിസ്മിയുടെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. പിന്നെ 24-ാമത്തേത്, ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് നല്ല കാര്യം ചെയ്താലും, അരി കഴുകുമ്പോൾ, ഇറച്ചി കഴുകുമ്പോൾ, അലക്കുമ്പോൾ, മീൻ മുറിക്കുമ്പോൾ, പാത്രം കഴുകുമ്പോഴൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ പറഞ്ഞോ. ഒരുപാട് ബറക്കാത്തുകൾ നിങ്ങളുടെ വീട്ടിലും ആ അടുക്കളയിലും നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും ഉണ്ടാകും. പിന്നെയോ 25-ാമത്തേത്, വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ബിസ്മി പറയണം. അള്ളാഹുവിൻ്റെ കാവൽ ആ വീട്ടിലുണ്ടാകും. അതുപോലെ തന്നെ ശാരീരികമായ പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും, നമുക്കൊരു പനി വന്നു, രോഗം വന്നു, അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണം, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, പടച്ചോനെ എൻ്റെ ഈ അസുഖം എന്താണെന്ന് എനിക്കറിയില്ല, നീ മാറ്റി തരണേ അല്ല, ഇവിടെ ഒരു മുഴ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഉള്ളിൽ നല്ലൊരു വേദനയുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ബയോപ്സിക്ക് അയക്കണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് അസുഖമാണെന്ന് അറിയില്ല, റബ്ബേ നീ കാക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു വട്ടം എൻ്റെ ഈ പ്രശ്നം എന്താണെങ്കിലും അത് മാറ്റിത്തരണേ എന്ന് മനസ്സിൽ കരുതി നല്ല നീയത്തോടു കൂടി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറ്റുന്നത്രയും, പ്രത്യേകിച്ച് 786 വട്ടമൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാരക്കുക, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ മാറും. മാത്രമല്ല 27-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ബിസ്മി ഇങ്ങനെ അധികരിപ്പിക്കും തോറും മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി വരുമെന്നാണ്. കാരണം മലക്കുകളുടെ സ്ഥിരമായിട്ട് മലക്കുകൾ പറയുന്നൊരു വാചകമാണ്, മലക്കുകൾക്ക് ഇഷ്ടമുള്ള വാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മലക്കുകളുടെ തസ്ബീഹാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അത് നമ്മൾ ഏറ്റുപറയുമ്പോൾ മലക്കുകൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകുമെന്നാണ്. ഇങ്ങനെ നിരവധി അനവധി പ്രതിഫലങ്ങളുടെ കലവറയാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അത് അധികരിപ്പിച്ചോളണം. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മാസങ്ങളൊക്കെ പറ്റുന്നതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അധികരിപ്പിച്ചോ. ഒരുപാട് വമ്പൻ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മി അധികരിപ്പിക്കാനും, ഈ ബിസ്മി അധികരിപ്പിക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടാനുണ്ട് അത് മുഴുവനും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ. ബിസ്മിയുടെ മഹത്വമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് 786 തവണ ബിസ്മി ഒരു മനുഷ്യൻ ഓതി, നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ ഓതി ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു. ഉസ്താദേ പ്രശ്നമാണ്, സങ്കടമാണ്, ദുരിതമാണ്, രോഗങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.